ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് കൂടെ കുറേ മാൻ ഓടിപ്പോയി. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഇത് സീതാനദി നേച്ചർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ജംഗിൾ സ്റ്റേ ആണ് കേട്ടോ. ഇത് വരുന്നത് സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്താണ്. അഗുംബയ്ക്ക് അടുത്താണ് ഈ സ്ഥലം വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഉടുപ്പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 47-48 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഹാർഡ്ലി 1 hour ജേർണി. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീക്കെൻഡ്സ് എങ്ങോട്ടെങ്കിലും പോകാം, ഒരു സ്റ്റേക്കേഷൻ അത്യാവശ്യമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇപ്രാവശ്യം സൺഡേ വന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. എന്നാൽ ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അധികം ദിവസമൊന്നുമില്ല, വീക്കെൻഡ് ഫുള്ളില്ല. ഞങ്ങൾ സാറ്റർഡേ ഈവനിങ് വന്ന് മൺഡേ മോർണിംഗ് ചെക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്ലാനാണ്. 2 nights വരും. അപ്പം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ഡിന്നർ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞങ്ങൾ സാറ്റർഡേ ഇന്നലെ ഈവനിങ് ആണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പം ഇവിടെ മോർണിംഗ് ഒരു 7 to 8:30 വരെ ഒരു നേച്ചർ വാക്ക് ഉണ്ട്. അത് ഞങ്ങൾ ചെയ്തായിരുന്നു. ഒരു ട്രക്കിംഗ് പോലെയാണ്, കാട്ടിക്കൂടെ ഇങ്ങനെ പോകുന്നത്. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് കുഡ്ലു തീർത്ത വാട്ടർഫാൾസ് വരുന്നത്. അതും ഒരു ട്രക്കിംഗ് ആണ്. നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ അവിടെ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 100 rupees പെർ ഹെഡ്. അത് ടിക്കറ്റ് എടുത്തിട്ട് ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടന്ന് ട്രക്ക് ചെയ്തിട്ട് ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തും. അത് നല്ല രസമായിരുന്നു. നല്ലൊരു വീഴ്ചയൊക്കെ വീണായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെയും വിഷ്വൽസ് എല്ലാം ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ബാക്കി വീഡിയോയിൽ കാണാം. May 18th സാറ്റർഡേ ഞങ്ങൾക്ക് 2 പേർക്കും വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഈവനിങ്ങേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അടുപ്പിച്ച് കുറച്ച് ദിവസം ഫ്ലാറ്റിലിരിക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് മടുക്കും. അങ്ങനെ മടുത്തിട്ട് 1-2 ദിവസത്തേക്കാണെങ്കിലും കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പം ഒരു സ്റ്റേക്കേഷൻ പോയി കളയാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ നിന്നും ഒരു 47-48 കിലോമീറ്റേഴ്സ്, ഏകദേശം ഒരു 1 hour ജേർണിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്റ്റേ ആയിരുന്നു സീതാനദി നേച്ചർ ക്യാമ്പ്. മുക്ക് അങ്ങനെ 6:30 നമ്മൾ സ്ഥലത്തെത്തി. ഈ ഒരു നേച്ചർ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്താണ് ഇത് വരുന്നത്. അതും മെയിൻ റോഡിൽ നിന്നും 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നീങ്ങിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ ശബ്ദമോ ഹോണടി ശബ്ദമോ ഒന്നുമില്ല. ഫുള്ളി നമ്മൾ കണക്റ്റഡ് ടു നേച്ചർ ആവും. ഓൺലി ബേർഡ്സിൻ്റെ സൗണ്ടും അതേപോലെ ചീവീടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണെന്ന് ഞാൻ പറയും. ഇതായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന വുഡൻ കോട്ടേജ്. നമ്മൾ റൂമിൽ പോയിട്ട് ബാഗ്സ് ഒക്കെ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് ഇപ്പം. ഗൈസ്, എൻ്റെ ഫേവറേറ്റ് മുളക് ബജിയാണ് ചായയുടെ കൂടെ കിട്ടിയത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരിവിടുത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ പറ്റിയിട്ടൊരു ഡോക്യുമെൻ്ററി പ്ലേ ചെയ്യുന്നുണ്ട്. അത് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം.
ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 6:30 കഴിഞ്ഞായിരുന്നല്ലോ. പിന്നെ ചായ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇപ്പോൾ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അവരിന്നലെ പറഞ്ഞായിരുന്നു 6:45 കോഫി ടൈം. പിന്നെ 7 മണിക്കൊരു നേച്ചർ വാക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ഇതാ പുറത്തേക്ക് വന്നപ്പോഴത്തെ ഒരു 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 സൗണ്ടൊക്കെ കേട്ടോ. ആ കാണുന്നതാണ് നമ്മളുടെ കോട്ടേജ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഞങ്ങൾ രാവിലത്തെ കോഫി കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് ഇവിടെ ഒരു നേച്ചർ വാക്കുണ്ട്. അപ്പോൾ അതിനും പോകണം. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളത് ആ നേച്ചർ വാക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാട്ടിനുള്ളിൽ കൂടെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്റ്റാഫും നമ്മളുടെ കൂടെ വരും. നമ്മൾ ഒറ്റയ്ക്ക് വിടില്ല കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. $200 years. ഹാലെ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വോയിസ് ഓവറും ഒന്നും ഇല്ലാതെ ഇവിടുത്തെ നാച്ചുറൽ സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാവേ. അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതിൻ്റെ അടുത്താണ് ഒരു റിവർ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടുന്ന് നമുക്ക് സൺറൈസ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ഇതാ അവിടെ കാണുന്നതാണ് കേട്ടോ റിവർ. നമുക്ക് അങ്ങോട്ട് പോവാം. സൺറൈസ് ഓൾറെഡി ആയെന്ന് തോന്നുന്നു. നമുക്ക് വേഗം പോവാം. സത്യം പറഞ്ഞാൽ നേരത്തെ എഴുന്നേക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ് ഞാൻ. അന്നും എനിക്ക് 6 മണിക്ക് എണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും എഴുന്നേറ്റ് ആ സൺറൈസ് കണ്ടപ്പോൾ മനസ്സിലായി അന്ന് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സൺറൈസ് മിസ്സായി പോരുന്നതിനെ. ഒരു വണ്ടർഫുൾ സ്റ്റാർട്ട് ടു ദ ഡേ. എസ്പെഷ്യലി നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അതേതായാലും കളർഫുള്ളായി മാറി. അങ്ങനെ ഒരു അടിപൊളി സൺറൈസ് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് നമ്മളുടെ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാട്ടിൽ കൂടെ നടക്കുമ്പം എൻ്റെ മനസ്സിൽ ഫുള്ള് പഴയ ഒരു ആൽബം സോങ് ഉണ്ടല്ലോ, കൂടെ ജാഗ്രയിൽ കൂടെ ചൂടുന്നു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മനസ്സിൽ കൂടെ പാടി നടക്കുമായിരുന്നു കേട്ടോ. അത് ഞാൻ നിർത്തിയിട്ടില്ല, നോൺ സ്റ്റോപ്പായിട്ട് ആ പാട്ടായിരുന്നു എൻ്റെ മനസ്സിൽ.
അങ്ങനെ നേച്ചർ വോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. റവ കേസരി, റവ ഉപ്പുമാവ്, അപ്പം, ടൊമാറ്റോ ഫ്രൈ, പിന്നെന്താ ചട്നി, പിന്നെ ഇതിനകത്ത് എന്താ ഇപ്പോൾ നമ്മൾ കുഡ്ലു തീർത്ഥ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിച്ചിരുന്ന ക്യാമ്പിൻ്റെ അവിടെ നിന്ന് 16 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. നമ്മൾ കാറിൽ തന്നെയാണ് പോകുന്നത്. ഇതൊരു മങ്കി. തീരെ തിരക്കില്ലാത്തൊരു റോഡല്ലേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ശരിക്കും തിരക്ക് കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. മെയിൻ റോഡിൽ നിന്നൊരു 12 കിലോമീറ്റർ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പോകണം കേട്ടോ ഈ വാട്ടർഫോളിലേക്ക് എത്തണമെങ്കിൽ. നമുക്ക് 1, 2 മൈല് 3 മൈല്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു കേട്ടോ. തിരക്കില്ല എന്നൊക്കെ. റോഡിൽ വണ്ടിയൊന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. പെർ ഹെഡ് 100 റുപ്പീസാണ് കേട്ടോ. പിന്നെ പാർക്കിങ്ങിന് 50 രൂപയും പറഞ്ഞു. അത് വാട്ടർഫോളിൻ്റെ അല്ല. ആ മര്യാദയ്ക്ക് ഇത് കഴിഞ്ഞു പോയതായിരുന്നു ഒരു പ്രാവശ്യം. പിന്നെയും വീഡിയോ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നോക്കിയതാണ്. നല്ലൊരു വീഴ്ച വീണു. പിന്നെ സ്നേഹമുള്ള ആൾ കൂടെ ഉള്ളത് കൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ നിന്നില്ല. എന്നെ അടുത്ത് പൊക്കാൻ വന്നു. അങ്ങനെ 1.5 കിലോമീറ്റർ കയറ്റം കയറി നമ്മൾ നടന്ന് വലഞ്ഞ് സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ, കിട്ടില്ല. എനിക്കധികം സംസാരിക്കാൻ മേല, അതുകൊണ്ട് ഞാനിനി സംസാരം ഉണ്ടാവില്ല. നാച്ചുറൽ വോയിസസ് കേൾപ്പിക്കാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
ഇപ്പോൾ സമയം 1:15 നമ്മൾ നമ്മുടെ ക്യാമ്പിൽ തിരിച്ചെത്തി. ഇതിവിടുത്തെ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ കോട്ടേജ്. ഞാൻ ഞങ്ങളുടെ റൂം നിങ്ങളെ കാണിച്ചില്ലല്ലോ, അത് കാണിച്ചു തരാം. ഇതാണ് റൂം. 2 ചെയറും ഒരു ടേബിളും ഒരു ബെഡും പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാഗ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടേബിളുണ്ട്. ഈ വിൻഡോ അടിപൊളിയാണ്. പക്ഷെ ഉണ്ടല്ലോ, നമുക്കിത് അധികം നേരം തുറന്നിടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് തുറന്നിട്ടാൽ ചിലപ്പോൾ പാമ്പൊക്കെ അകത്ത് കയറുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് വാഷ്റൂം. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് റിവർ സൈഡിൽ വന്നിരിക്കുകയാണ്. അന്നേരം ഇവിടെ കുറേ മീനുകളെയൊക്കെ കാണാനുണ്ട്. ഇവിടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് കോറക്കൽ റൈഡും കയാക്കിങ്ങും എല്ലാം അവൈലബിൾ ആണ്. അപ്പം 4 മണിയാകുമ്പോൾ വരികയാണെങ്കിൽ കോറക്കൽ റൈഡിന് കൊണ്ടുപോകുന്നവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ. രണ്ടോ? എത്രയൊക്കെ കഴിവേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. 3 തവണയൊക്കെ കുത്തിച്ച്. ഇവിടെ കുത്തിയിട്ട് പിന്നെ അങ്ങൊന്നും കുത്തിയുള്ളൂ. 2 ഉള്ളൂ. 5 പറഞ്ഞിട്ട് 2 കുത്തിയിട്ട് എൻ്റെ കുഴപ്പമില്ല. അത് ശരി. ഓ, മിടുക്കം തന്നെ. നിന്റെ കാര്യമാണോ തള്ളി മറിച്ചിടുന്നൊക്കെ പറയുക? അങ്ങനെ നമ്മളിതാ ഇന്നിപ്പോൾ സൺഡേ ഈവനിങ് ആയിട്ടുണ്ട്. 6 മണിയായി. ഞങ്ങൾ ഇവിടെ ടീ ടൈം വരുന്നത് 6 PM ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് കൂടെ കുറേ മാൻ ഓടിപ്പോയി. വെള്ളം കുടിക്കാൻ പോയതായിരിക്കും. തൊട്ടപ്പുറത്താണ് സീതാനദി റിവർ വരുന്നത്. സീതാനദി എന്നാണ് ഈ റിവറിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയതായിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് ക്യാമറ തിരിച്ച് ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോട്ടേജസ് ഒക്കെ വരുന്നത്. ഇവിടെ 3 ടൈപ്പായിട്ടാണ് സ്റ്റേ ഉള്ളത്. അതായത് ഒന്ന് ടെൻറ്റ് സ്റ്റേ ഉണ്ട്, പിന്നെ ഉള്ളത് വുഡൻ കോട്ടേജസ്, അത് വിത്ത് ആൻഡ് വിത്തൗട്ട് AC. ഇതാണ് ടെൻറ്റുകൾ ഇവിടുത്തെ. ഈ ടൈപ്പ് സ്റ്റേയും ഉണ്ട്, അതേപോലെ നമ്മൾ എടുത്ത പോലത്തെ വുഡൻ കോട്ടേജസും ഉണ്ട്. വുഡൻ കോട്ടേജസ് 2 രീതിയിലാണ് വരുന്നത്. അതായത് വിത്ത് ആൻഡ് വിത്തൗട്ട് AC ഉണ്ട്. ഇതൊക്കെ വിത്തൗട്ട് ACs ആണ്. അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് വിത്ത് AC ആണ് വരുന്നത്. ഇതാണ് കേട്ടോ ടെൻറ്റ്.
ഇന്ന് ചായയുടെ കൂടെ നല്ല ചൂട് അനിയൻ പക്കോടയാണ്. ഇത് ഇവിടുത്തെ ഒരു സൺസെറ്റ് റിവർ വ്യൂ പോയിന്റ് ആണ്. മഴക്കാലത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നിറച്ച് വെള്ളമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. തെന്നുവേ ഇത് ഈ അറ്റത്ത് തെന്നല. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? ഇപ്പോൾ സമയം 8:30 ഇവിടുത്തെ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഞങ്ങളിതാ ഡൈനിങ് ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഒരു ഹോംലി ഫീൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. ഒരു ഹോംലി ഫീൽ കിട്ടുന്ന ഒരു ഫുഡായിരുന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് പാക്കിംഗ് നടക്കുകയാണിപ്പം. എനിക്ക് പകൽ വീണതിൻ്റെ ഒരു ചെറിയ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് പാക്കിംഗ് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. അങ്ങനെ ഒരു നല്ല വീക്കെൻഡിന് ശേഷം നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ്. ഇന്നിപ്പോൾ മൺഡേ മോർണിംഗ് ആയി. രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുന്ന് നമ്മളുടെ വീട്ടിലേക്ക് അധികം സമയം എടുക്കത്തില്ല. ഒരു 1 hourനുള്ളിൽ എത്താൻ പറ്റും. ചെന്നിട്ട് വേണം നമുക്കിനി തിരിച്ച് ജോലിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് ആനിവേഴ്സറി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വീഡിയോസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ.